ലോഗോസ് കിസ് 2026 പഠനഭാഗമായ റൂത്തിന്റെ പുസ്തകം അധ്യായം 1 ഭാഗം 1 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. ആരുടെ ഭരണകാലത്തെക്കുറിച്ചാണ് റൂത്തിന്റെ പഠനഭാഗത്തിന്റെ ആരംഭത്തിൽ പരാമർശിക്കുന്നത്? ഉത്തരം ന്യായാധിപന്മാരുടെ. ചോദ്യം 2. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് എന്തുണ്ടായി എന്നാണ് പറയുന്നത്? ഉത്തരം നാട്ടിൽ ക്ഷാമമുണ്ടായി. ചോദ്യം 3. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ ആരാണ് മൊവാബ് ദേശത്തേക്ക് കുടിയേറിപ്പാർത്തത്? ഉത്തരം യൂദയായിലെ ബെത്ലഹേംകാരൻ. ചോദ്യം 4. നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ യൂദയായിലെ ബെത്ലഹേംകാരൻ ആരോടെല്ലാം ഒപ്പമാണ് മൊവാബ് ദേശത്ത് കുടിയേറിപ്പാർത്തത്? ഉത്തരം തന്റെ ഭാര്യയും പുത്രന്മാരുമൊത്ത്. ചോദ്യം 5. നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ യൂദയായിലെ ബെത്ലഹേംകാരൻ തന്റെ ഭാര്യയും പുത്രന്മാരുമൊത്ത് കുടിയേറിപ്പാർത്തത് എവിടെ? ഉത്തരം മൊവാബ് ദേശത്ത്. ചോദ്യം 6. മൊവാബ് ദേശത്ത് കുടിയേറിപ്പാർത്ത ബെത്ലഹേംകാരന്റെ പേരെന്ത്? ഉത്തരം എലിമേലേക്ക്. ചോദ്യം 7. എലിമേലേക്കിന്റെ ഭാര്യയുടെ പേര് എന്ത്? ഉത്തരം നവോമി. ചോദ്യം 8. എലിമേലേക്കിന്റെ പുത്രന്മാരുടെ പേര് എന്ത്? ഉത്തരം മഹ്ലോനും കിലിയോനും. ചോദ്യം 9. യൂദയായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഏത് വംശജരായിരുന്നു എലിമേലേക്കും കുടുംബവും? ഉത്തരം എഫ്രാത്യർ. ചോദ്യം 10. നവോമിയുടെ ആര് മരിച്ചു എന്നാണ് 3-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്? ഉത്തരം ഭർത്താവ്. ചോദ്യം 11. നവോമിയുടെ പുത്രന്മാർ വിവാഹം ചെയ്ത സ്ത്രീകളുടെ പേരെന്ത്? ഉത്തരം ഓർഫ, റൂത്ത്. ചോദ്യം 12. ഓർഫ, റൂത്ത് എന്നീ സ്ത്രീകൾ ഏത് വംശജരായിരുന്നു? ഉത്തരം മൊവാബ്യർ. ചോദ്യം 13. എത്ര വർഷമാണ് നവോമിയും കുടുംബവും മൊവാബിൽ കഴിഞ്ഞത്? ഉത്തരം 10 വർഷത്തോളം. ചോദ്യം 14. നവോമിക്ക് ആരെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് 5-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ഭർത്താവും പുത്രന്മാരും. ചോദ്യം 15. നവോമി എവിടെ നിന്ന് തിരികെ പോകാനാണ് ഒരുങ്ങിയത്? ഉത്തരം മൊവാബിൽ. ചോദ്യം 16. നവോമി ആരോടൊപ്പമാണ് മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? ഉത്തരം മരുമക്കളോടുകൂടെ. ചോദ്യം 17. എന്ത് കേട്ടത് കൊണ്ടാണ് നവോമി മരുമക്കളോടൊപ്പം മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? ഉത്തരം കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട്. ചോദ്യം 18. നവോമി എവിടെ നിന്നാണ് മരുമക്കളോടൊപ്പം യാത്ര പുറപ്പെട്ടത്? ഉത്തരം അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന്. ചോദ്യം 19. മരുമക്കളോടൊപ്പം തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് നവോമി എത്തിയത് എവിടെ? ഉത്തരം യൂദയായിലേക്കുള്ള വഴിയിൽ. ചോദ്യം 20. തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട നവോമി യൂദയായിലേക്കുള്ള വഴിയിൽ എത്തിയപ്പോൾ സംസാരിക്കുന്നത് ആരോടാണ്? ഉത്തരം മരുമക്കളോട്. ചോദ്യം 21. എവിടേക്ക് മടങ്ങിപ്പോകുവിൻ എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം മാതൃഭവനങ്ങളിലേക്ക്. ചോദ്യം 22. ആരോടെല്ലാം നിങ്ങൾ കരുണ കാണിച്ചു എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം മരിച്ചവരോടും എന്നോടും. ചോദ്യം 23. മരിച്ചവരോടും തന്നോടും മരുമക്കൾ കരുണ കാണിച്ചതുകൊണ്ട് അവരോട് ആരും കരുണ കാണിക്കട്ടെ എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം കർത്താവ്. ചോദ്യം 24. എപ്രകാരം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറയുന്നത്? ഉത്തരം വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ. ചോദ്യം 25. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞതിനു ശേഷം നവോമി ചെയ്തത് എന്ത്? ഉത്തരം നവോമി മരുമക്കളെ ചുംബിച്ചു. ചോദ്യം 26. നവോമി തങ്ങളെ ചുംബിച്ചപ്പോൾ മരുമക്കൾ ചെയ്തത് എന്ത്? ഉത്തരം അവർ പൊട്ടിക്കരഞ്ഞു. ചോദ്യം 27. പൊട്ടിക്കരഞ്ഞ് മരുമക്കൾ തങ്ങൾ എവിടേക്ക് വരുന്നു എന്നാണ് നവോമിയോട് പറഞ്ഞത്? ഉത്തരം നവോമിയുടെ ആളുകളുടെ അടുത്തേക്ക്. ചോദ്യം 28. നവോമി ചുംബിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരുമക്കൾ പറഞ്ഞത് എന്ത്? ഉത്തരം ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. ചോദ്യം 29. ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞ മരുമക്കളോട് നവോമി ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ത്? എന്തിന് എന്നോട് കൂടെ വരുന്നു? ചോദ്യം 30.
ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞ മരുമക്കളോട് നവോമി ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്ത്? ഉത്തരം: നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാരുണ്ടാകുമോ? ചോദ്യം 31. എപ്രകാരം താൻ വൃദ്ധയായിരിക്കുന്നു എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം: വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം. ചോദ്യം 32. എപ്പോൾ വരെ നിങ്ങൾ കാത്തിരിക്കുമോ എന്നാണ് നവോമി മരുമക്കളോട് ചോദിക്കുന്നത്? ഉത്തരം: അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നത് വരെ. ചോദ്യം 33. അവർക്ക് പ്രായമാകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുമോ എന്ന ചോദ്യത്തിനു ശേഷം നവോമി മരുമക്കളോട് ചോദിക്കുന്ന ചോദ്യമെന്ത്? ഉത്തരം: നിങ്ങൾ വിധവകളായി കഴിയുമോ? നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: എലിമലേക്കിന്റെ ഭാര്യയുടെ പേര് എന്ത്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. നന്ദി.